Hey my beauties, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നമ്മൾ കുറച്ച് ദിവസമായില്ലേ DIYs ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു DIY വരാൻ വിചാരിച്ചിട്ട് ഇന്നൊരു ഫേസ് പാക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഫേസ് പാക്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് ഈ ഫേസ് പാക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിൽ എന്താ ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പോകാനാണെങ്കിലും wrinkles ചുളിവൊക്കെ വന്നവരുടെ അങ്ങനെ പോകാനും പിന്നെ ഏജ് സ്പോട്സും പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും എക്സസൈസിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനും അതുപോലെ ഈ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിൽ പുതിയ ഓവർ പ്രൊഡക്ഷൻ ഓഫ് സെൽസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് വീക്ക്ലി ട്വൈസോ ഞാൻ പറയുന്നുണ്ട് വീക്ക്ലി ട്വൈസോ ത്രൈസോ എങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലതാണ്, നമ്മുടെ സ്കിന്നിൽ നല്ല ഹെൽപ്ഫുൾ ആക്കി വെക്കാനും ബ്യൂട്ടിഫുൾ ആക്കി വെക്കാനൊക്കെ പറ്റിയൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായി ബോയിൽ ചെയ്തിട്ട് അത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും നന്നായി ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായി ബോയിൽ ചെയ്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പൊട്ടറ്റോയും അതുപോലെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇടാം. ഓക്കെ, ഇത് പൊട്ടാറ്റോ ഇട്ടു, ക്യാരറ്റ് ഇടാം. ഇത് രണ്ടുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് ഒഴിച്ചു. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. എന്തായാലും കൈ വെച്ചിട്ട് തന്നെ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. സോ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നന്നായി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ക്യാരറ്റിൽ വന്നിട്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ബ്രേക്ക് ഔട്ട്സ് പോകാനാണെങ്കിലും അതുപോലെ ഔട്ടർ ലെയറിൽ സ്കിൻ കൂടുതൽ ഉണ്ടാവുന്നത് തടയാനും പിന്നെ ഹീലിംഗ് പ്രോപ്പർട്ടീസും അങ്ങനെയൊക്കെയാണ് ഈ ക്യാരറ്റിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് പൊട്ടറ്റോ ഞാൻ നേരത്തെയും പല ഫേസ് പാക്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ നമ്മുടെ സ്കിൻ നാച്ചുറലി ഗ്ലോ ആവാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഏജ് സ്പോട്സ് ഒക്കെ ഡിക്രീസ് ആവാനും പിന്നെ ഇതിൻ്റെ അകത്ത് വിറ്റമിൻ സി, എ, ഫോസ്ഫറസ്, അയൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ് ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളിതിൻ്റെ അകത്ത് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നു, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നില്ലേ. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ എക്സസൈസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഈ സൺ ടാൻ ഒക്കെ പോവാനും ആക്നി പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് മാറാനും അത് ഇംപ്രൂവ് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ ആൽമണ്ട് ഓയിൽ ബെസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം വെക്കാം, എന്നിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ വെച്ച് നന്നായിട്ട് ഡ്രൈ ആയി, ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി. പിന്നെ ഇത് പോയിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ഒന്നുമല്ല, ഗ്രാജുവലി റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. നമ്മുടെ wrinkles പോകാനാണെങ്കിലും ഡാർക്ക് സർക്കിൾസ് പോകാനാണെങ്കിലും ഫൈൻ ലൈൻസ് പോകാനാണെങ്കിലും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് വീക്ക്ലി ട്വൈസ് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ക്യാരറ്റ് ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ സ്കിൻ ഗ്ലോ ആവാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ക്യാരറ്റ് കഴിച്ചു പറഞ്ഞാൽ സ്കിൻ വൈറ്റൻ ആവും എന്നൊക്കെ.
അപ്പോൾ എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ സ്കിന്നിന്. സോ എപ്പോൾ ടൈം കിട്ടുന്നു അപ്പോൾ നമുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. വീക്ക്ലി ട്വൈസ് എപ്പോഴാണോ സമയം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.